നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ആരോ നിങ്ങളെ വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. പക്ഷേ ശബ്ദം വീണ്ടും കേൾക്കും. ഭയപ്പെടേണ്ട. കാരണം ചില ശബ്ദങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടേതല്ല. ഈ സംഭവത്തിന് ഒരു പേരുണ്ട്, EVP, ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന. ചിലർ വിശ്വസിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. റേഡിയോ, ടേപ്പ് റെക്കോർഡർ, മൊബൈൽ ഫോൺ പോലും. 1950കളിൽ ഒരു ഗവേഷകൻ കാടുകളിൽ പക്ഷികളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുകയായിരുന്നു. എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് കേൾക്കുമ്പോൾ ഒരു മനുഷ്യ ശബ്ദം. ഞാനിവിടെ ഉണ്ടാ, പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ ശബ്ദം ഇന്നും വിശദീകരിക്കാൻ കഴിയുന്നില്ല. ചിലർ പറയുന്നു ഈ ശബ്ദങ്ങൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ഫ്രീക്വൻസികളിലാണ്. പക്ഷേ മെഷീനുകൾ അത് പിടിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കാത്തത് റെക്കോർഡിങ്ങിൽ കേൾക്കുന്നത്. ഒരു യുവാവ് ഒരു പരീക്ഷണം നടത്തി. ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്നു. ഫോൺ റെക്കോർഡിംഗ് ഓണാക്കി. ഒന്നും പറഞ്ഞില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ റെക്കോർഡിംഗ് കേട്ടു. ആദ്യം ഒന്നുമില്ല. പിന്നെ ഒരു മന്ദശബ്ദം. നിനക്ക് എന്നെ കേൾക്കാമോ? ആ ശബ്ദം അവൻ്റേതല്ലായിരുന്നു. ചില EVP റെക്കോർഡിങ്ങുകളിൽ നമ്മളുടെ പേരുകൾ പോലും വിളിക്കുന്നു. ജോൺ, അജിത്, ഹലോ. ചോദ്യം, അവർക്ക് എങ്ങനെ നമ്മുടെ പേരറിയാം? അവരാരാണ്? ചില ഗവേഷകർ പറയുന്നു ഇത് ആത്മാക്കളല്ല, മറ്റെന്തോ ആണ്. നമ്മളെ നിരീക്ഷിക്കുന്നു, നമ്മളെ അനുകരിക്കുന്നു, നമ്മളോട് സംസാരിക്കാൻ കാത്തിരിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ മറുപടി പറഞ്ഞാൽ അത് നിർത്തില്ല. നിങ്ങൾക്കിത് പരീക്ഷിക്കാം. ഇന്നത്തെ രാത്രി ഒരു ഇരുണ്ട മുറിയിൽ ഫോൺ റെക്കോർഡിംഗ് ഓണാക്കും. ഒരു ചോദ്യം ചോദിക്കും, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ നിശബ്ദമായി കാത്തിരിക്കും. പിന്നീട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാം. ഏറ്റവും ഭയങ്കരമായ കാര്യം എന്താണെന്നറിയാമോ? ചില റെക്കോർഡിങ്ങുകളിൽ മറുപടി ഉടൻ വരില്ല. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം അതേ ഫയലിൽ പുതിയ ശബ്ദം പ്രത്യക്ഷപ്പെടും. ആരോ ഇപ്പോഴും സംസാരിക്കുന്നു. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഇത് ശാസ്ത്രമോ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സത്യമായോ? ഇന്നത്തെ രാത്രി നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, കമന്റ് ചെയ്യും. കാരണം ചില ശബ്ദങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു.